കേരളത്തിൽ 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഒരു തുടർഭരണം രൂപപ്പെട്ട മത്സരഫലമായിരുന്നു അന്നുണ്ടായത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അന്ന് വീണ്ടും അധികാരത്തിലെത്തി. സംഭവം നടന്നിട്ട് 4 വർഷമാകാൻ പോകുന്നു. ഇനി 1 വർഷം കൂടി മുന്നോട്ട് നീങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പാകും. കഴിഞ്ഞ തവണ ഒട്ടനവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് LDF മൃഗീയ ഭൂരിപക്ഷം നേടിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. UDFിനെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളെയും സംബന്ധിച്ച് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഇത്തവണയും ആ അത്ഭുതം സംഭവിക്കുമോ, അതല്ല പതിവ് പോലെ UDF അധികാരത്തിൽ എത്തുമോ, അതിനിടയിൽ BJP നേട്ടമുണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. UDFിനെ, പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഏകദേശം 10 വർഷത്തോളമായി കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF പ്രതിപക്ഷത്തിരിക്കുന്നു. ഇനിയും ഒരു 5 വർഷക്കാലം കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥ UDF എന്ന മുന്നണി സംവിധാനത്തെ തന്നെ തകർക്കും. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സൂചന തെരഞ്ഞെടുപ്പിന് മുൻപ് ലഭിക്കുകയാണെങ്കിൽ മുന്നണിയിലെ പല പാർട്ടികളും കളം മാറ്റി ചവിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ 2 ദിവസം മുൻപ് ഒരു പ്രസ്താവന ഇറക്കിയത്. കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ UDFിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതായിരുന്നു VD സതീശൻ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന് തയ്യാറായി എന്ന കാര്യം പറഞ്ഞു വച്ചത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ ഇപ്പോഴേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യതാ ലിസ്റ്റ് അനൗദ്യോഗികമായി തയ്യാറായി കഴിഞ്ഞു എന്നാണ് വിവരം. ഇത്തവണ വ്യക്തിപരമായ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾക്ക് അംഗീകാരം നൽകേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ ലിസ്റ്റിൽ ഇടം പിടിച്ച് മത്സരിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ അത് UDFിൻ്റെ ഒറ്റക്കെട്ടായുള്ള വിജയത്തെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതേസമയം അനൗദ്യോഗിക സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ കാര്യം ചർച്ചയാകുമ്പോൾ അതിന് പിന്നാലെ സംഘടനയ്ക്കുള്ളിൽ എതിർപ്പുകൾ ഉയർന്നു വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അത്തരത്തിലുള്ള എതിർപ്പുകൾ കുറയ്ക്കാൻ വേണ്ടി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മിക്കവാറും 2 സ്ഥാനാർത്ഥികൾ വീതമുള്ള ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 140 നിയോജക മണ്ഡലങ്ങളിൽ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥിയായി എത്താൻ സാധ്യതയുള്ള നേതാക്കൾ ആരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി വർക്കല നിയമസഭാ മണ്ഡലം. നിലവിൽ തുടർച്ചയായി 2 തവണ CPM വിജയിച്ച മണ്ഡലമാണ് വർക്കല. അതിനു മുൻപ് 3 തവണ വർക്കല കഹാറിലൂടെ മണ്ഡലം UDF കൈവശം വച്ചിരുന്നു. 2001ലും 2006ലും 2011ലും വർക്കല കഹാറാണ് വർക്കല നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത്. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല കഹാർ 2386 വോട്ടുകൾക്ക് CPM സ്ഥാനാർത്ഥി V ജോയിയോട് തോൽക്കുകയായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM തന്നെ വിജയിച്ചു. 2026 വർക്കല മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് കോൺഗ്രസ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 പേരാണുള്ളത്. ഒന്ന്, 3 തവണ വർക്കല മണ്ഡലത്തെ സുരക്ഷിതമായി നിലനിർത്തിയ വർക്കല കഹാറും രണ്ടാമത്തെയാൾ ഇപ്പോഴത്തെ DCC ജനറൽ സെക്രട്ടറിയായ MJ ആനന്ദും. മണ്ഡലം തിരിച്ചുപിടിക്കാൻ വർക്കല കഹാറിനെ കൊണ്ട് കഴിയും എന്ന ഒരു ധാരണയുടെ പുറത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് തന്നെയായിരിക്കും മുൻതൂക്കം എങ്കിലും പല നിർണായക സന്ദർഭങ്ങളിലും പാർട്ടിയെ സുരക്ഷിതമാക്കാൻ പ്രയത്നിച്ച MJ ആനന്ദിനാണ് യുവാക്കളുടെ പിന്തുണ കൂടുതലുള്ളത്. വർക്കല നിയമസഭാ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ UDFിലെ ഘടകകക്ഷിയായ RSPയാണ് മത്സരിക്കുന്നത്. അടുത്തതായി നോക്കാനുള്ളത് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലമാണ്. വളരെ കാലമായി LDF മാത്രം വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് ചിറയൻകീഴ്. LDFിൽ ചിറയൻകീഴ് സീറ്റ് CPIക്കാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചിറയൻകീഴ് മത്സരിച്ചത് VS അനൂപാണ്. ഞാൻ പറഞ്ഞു, വർഷങ്ങളായി LDFിന്, അതായത് CPIക്ക് അനുകൂലമായ മണ്ഡലമാണ് ചിറയൻകീഴ്. ഒരു ഇടതുപക്ഷ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന മണ്ഡലം. ഇത്തവണയും അനൂപിന് തന്നെയാണ് പ്രഥമ പരിഗണന കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. അതേസമയം കോൺഗ്രസ് നേതാവും നാട്ടുകാരനുമായ KS അജിത് കുമാറിൻ്റെ പേരും പട്ടികയിലുണ്ട്. അടുത്തതായി നെടുമങ്ങാട് നിയമസഭാ മണ്ഡലമാണ്. ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം പോലെ തന്നെ LDFിൽ CPIയുടെ മണ്ഡലമാണ് നെടുമങ്ങാട്.
നിലവിൽ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നെടുമങ്ങാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന PS പ്രശാന്ത് ആയിരുന്നു. ഇലക്ഷന് ശേഷം PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്നും പുറത്തു വരികയും CPMൽ ചേരുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഇത്തവണ നെടുമങ്ങാട് നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ 2 പേരുടെ പേരുകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കഴിഞ്ഞ തവണ വർക്കല മണ്ഡലത്തിൽ മത്സരിച്ച് V ജോയിയോട് തോൽവി ഏറ്റുവാങ്ങിയ BRM ഷെരീഫും നെടുമങ്ങാട് മണ്ഡലത്തിലെ മുൻ MLA പാലോട് രവിയുമാണ് ആ 2 പേർ. അതിൽ മുൻതൂക്കം BRM ഷെരീഫിന് തന്നെയാണെന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അടുത്ത മണ്ഡലമായ വാമനപുരം ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായി CPM മത്സരിച്ച് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. തിരുവനന്തപുരം ജില്ലയിലെ CPMന്റെ ഉന്നത നേതാവ് കൊലിയക്കോട് കൃഷ്ണൻ നായരും CPM നേതാവും സാഹിത്യകാരനുമായ പിരപ്പങ്കോട് മുരളിയും മത്സരിച്ച് വിജയിച്ച മണ്ഡലം കൂടിയാണിത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായി വിജയിച്ച് MLA ആയിരിക്കുന്നത് DK മുരളിയാണ്. കഴിഞ്ഞ തവണ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസ് നേതാവ് ആനാട് ജയനായിരുന്നു. എന്നാൽ DK മുരളിയോട് പിടിച്ചു നിൽക്കാൻ ആനാട് ജയന് കഴിഞ്ഞില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമത്, ഈ ആനാട് ജയൻ എന്ന് പറയുന്ന വ്യക്തി ഈ നാട്ടുകാരനല്ല, അതായത് ഈ മണ്ഡലത്തിലെ താമസക്കാരനല്ല എന്നർത്ഥം. അദ്ദേഹം തൊട്ടടുത്ത മണ്ഡലമായ നെടുമങ്ങാട് മണ്ഡലത്തിലെ താമസക്കാരനാണ്. കോൺഗ്രസിനുള്ളിലെ ചില നീക്കുപോക്കുകൾ കാരണം അദ്ദേഹം മണ്ഡലം മാറി വാമനപുരം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയതാണ്. എന്നാൽ വാമനാപുരത്ത് അന്ന് എല്ലാവരും സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്നത് മുൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി P നായരെ ആയിരുന്നു. സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ രമണി P നായരുടെ പേരില്ല. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പൊട്ടിക്കരഞ്ഞതും നമ്മൾ കണ്ടതാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയായ ആനാട് ജയനെതിരെ ഒരു എതിർ വികാരം രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്ന് കരുതാം. ഇത്തവണയും ആനാട് ജയൻ്റെ പേര് തന്നെയാണ് വാമനപുരം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യ പേരായുള്ളത്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം മണ്ഡലത്തിൽ ഇപ്പോഴേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ അതോടൊപ്പം കഴിഞ്ഞ തവണ സീറ്റ് നിഷേധിക്കപ്പെട്ട രമണി P നായരുടെ പേരുമുണ്ട്. എന്നാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യത്തിൽ എത്തുമെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് UDF വേദികളിലൊന്നും രമണി P നായരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ മണ്ഡലത്തിൽ ആനാട് ജയന് അനുകൂലമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്തതായി കഴക്കൂട്ടം നിയമസഭാ മണ്ഡലം. കഴിഞ്ഞ തവണ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയൊരു മണ്ഡലം കൂടിയാണത്. കാരണം കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് SS ലാലും. എന്നാൽ വാർത്താ പ്രാധാന്യം നേടിയത് മുഴുവൻ BJP സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം അവസാന നിമിഷം BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രത്യേക സമ്മതത്തോടു കൂടി അവിടെ മത്സരിക്കാനെത്തിയ നേതാവ് ശോഭാ സുരേന്ദ്രനായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അത്യാവശ്യം നല്ല മാർജിനിൽ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ വിജയിച്ചു. എന്നാൽ രണ്ടാമതെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നില്ല, BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനായിരുന്നു. ഇത്തവണ കഴക്കൂട്ടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് മുൻ MLA ആയ MA വാഹിദാണ്. വർക്കലയിൽ വർക്കല കഹാറിൻ്റെ പേര് പറഞ്ഞതുപോലെ MA വാഹിദും 3 പ്രാവശ്യം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്. 2001 കോൺഗ്രസുമായി പിണങ്ങി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച MA വാഹിദ് അവിടെ വിജയിക്കുകയും തുടർന്ന് അടുത്ത 2 തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തന്നെ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയുമായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് മുൻപന്തിയിൽ ഉള്ളതെങ്കിലും കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായ SS ലാലിൻ്റെ പേരും അതിനൊപ്പമുണ്ട്. മാത്രമല്ല, കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ അഖിലും ഒരുപക്ഷെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായേക്കാം എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായ വട്ടിയൂർക്കാവാണ്. നിലവിൽ മുൻ തിരുവനന്തപുരം മേയറായിരുന്ന VK പ്രശാന്താണ് അവിടെ MLA. ഇത്തവണ അവിടെ UDF സ്ഥാനാർത്ഥിയായി കരുതപ്പെടുന്നത് ഒറ്റ പേര് മാത്രമാണ് K മുരളീധരൻ. നേരത്തെ അദ്ദേഹം വട്ടിയൂർക്കാവ് MLA ആയിരുന്നെങ്കിലും 2019 നടന്ന വടകര ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുകയായിരുന്നു. വടകരയിൽ വിജയിച്ചതോടെ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവ് MLA സ്ഥാനം രാജിവയ്ക്കേണ്ടി വന്നു. അതിനിടെ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ നിയമം മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം മത്സരിച്ചിരുന്നു. ഇത്തവണ ഏത് വിധേനയും വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് കോൺഗ്രസ് മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നതും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. നിലവിൽ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവാണ് അവിടുത്തെ MLA. 2011 തിരുവനന്തപുരം മണ്ഡലം രൂപീകരിച്ചതു മുതൽ അവിടെ പ്രതിനിധീകരിച്ചു കൊണ്ടിരുന്നത് കോൺഗ്രസിലെ VS ശിവകുമാർ ആയിരുന്നു.
2011-ലും 2016-ലും ബി എസ് ശിവകുമാർ അവിടെ നിന്നും MLA ആയി. എന്നാൽ 2021-ൽ ബി എസ് ശിവകുമാറിനെ തോൽപ്പിച്ച് ആന്റണി രാജു MLA-യും രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആദ്യഘട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമാവുകയായിരുന്നു. ഈ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് മുൻ അരുവിക്കര MLA ശബരിനാഥനാണ്. പുറത്തുവന്ന അനൗദ്യോഗിക ലിസ്റ്റിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ശബരിനാഥിൻ്റെ പേര് മാത്രമേ ഇപ്പോഴുള്ളൂ. അടുത്തതായി, മുൻകാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പേരുകേട്ട മണ്ഡലമായിരുന്ന നേമമാണ്. 2016-ൽ ആദ്യമായി കേരളത്തിലെ ഒരു സീറ്റിൽ BJP വിജയിച്ചത് നേമത്തു നിന്നാണ്. എന്നാൽ 2021-ലെ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലം CPM തിരിച്ചുപിടിക്കുകയായിരുന്നു. 2016 വരെ UDF-ൽ ഘടകകക്ഷി സീറ്റായി വിട്ടുകൊടുത്തുകൊണ്ടിരുന്ന നേമം 2021-ൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും അവിടെ മത്സരിക്കാൻ K മുരളീധരൻ എത്തുകയും ചെയ്തു. CPI സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയോട് മുരളീധരൻ തോറ്റെങ്കിലും BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ ഇത്തവണ 3 പേരുടെ പേരുകളാണ് നേമത്തെ UDF സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. കോൺഗ്രസ് നേതാക്കളായ മണക്കാട് സുരേഷ്, VR ഹരി, അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വട്ടിയൂർക്കാവിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വീണ എസ് നായർ എന്നിവരാണ് ആ 3 പേർ. V കാർത്തികേയൻ സ്ഥിരമായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന ആര്യനാട് മണ്ഡലം രൂപം മാറിയ അരുവിക്കര മണ്ഡലമായപ്പോൾ അവിടെ മത്സരിക്കാൻ എത്തി വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥായിരുന്നു. എന്നാൽ ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്നാണ് ശബരിനാഥ് ജനവിധി തേടാൻ പോകുന്നത്. പകരം അരുവിക്കരയിൽ 2 പേരുടെ പേരുകളാണ് നിലവിലുള്ളത്. കോൺഗ്രസ് നേതാക്കളായ പാലോട് രവി, വിതുര ശശി എന്നിവരാണവർ. ഇതിൽ പാലോട് രവിയുടെ പേര് നെടുമങ്ങാട് മണ്ഡലത്തിനുമുണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. അടുത്തതായി, കാട്ടാക്കട നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി 2 പേരുടെ പേരുകളാണ് നിലവിലുള്ളത്. കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ N ശക്തനും വേണുഗോപാലും ആണവർ. അതുപോലെ തന്നെ കോവളം നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി ഒരാളുടെ പേര് മാത്രമേയുള്ളൂ, സിറ്റിംഗ് MLA M വിൻസെന്റിൻ്റെ. ഇത്തവണ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലേതുപോലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ 3 പേരുടെ പേരുകളുള്ള ഒരു മണ്ഡലമാണ് നെയ്യാറ്റിൻകര. മുൻ DCC പ്രസിഡന്റ് നെയ്യാറ്റിൻകര സനൽ, VS ശിവകുമാർ, മണക്കാട് സുരേഷ് എന്നിവരാണ് ആ പേരുകൾ. ഇവിടെ മുൻതൂക്കം DCC പ്രസിഡന്റ് സനലിന് തന്നെയാണ്. മറ്റു 2 പേരുടെയും പേരുകൾ സമീപ മണ്ഡലങ്ങളിലെ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ അവസാന നിയമസഭാ മണ്ഡലമായ പാറശാലയിൽ 2 പേരുകൾ നിലവിലുണ്ട്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അൻസജിത റസൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ശക്തനായ കോൺഗ്രസ് നേതാവ് BS ശിവകുമാർ എന്നിവരുടെ പേരുകളാണ് ആ പട്ടികയിലുള്ളത്. ഈ പട്ടിക മുൻനിർത്തിയാണ് തിരുവനന്തപുരം ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് നീക്കുന്നത്. പിന്നെ ആകെയുള്ള തൊന്തരവെന്ന് പറയുന്നത് 2ഉം 3ഉം പേരുകളുള്ള ഇടങ്ങളിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ മറ്റുള്ളവരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ്. അത് മറികടക്കാൻ കഴിയുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഭഗീരഥ പ്രവർത്തനം തന്നെയായിരിക്കും.